40 വർഷത്തെ സേവനത്തിന് ശേഷം രാവണേശ്വരം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ലക്ഷ്മി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം രാവണേശ്വരം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ലക്ഷ്മി ടീച്ചർക്ക് നാടിന്റെ ആദരമായി ജനകീയ യാത്രയയപ്പ് നൽകി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ലക്ഷ്മി ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി. കാരണം എന്നെയും എൻ്റെ കുട്ടിയെയും പഠിപ്പിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് പല ആളുകളുടെ മുഖം നോക്കിയാലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ നാടിനകത്ത് ജീവിച്ച് ഈ നാടിനകത്ത് വളർന്ന ആളുകൾക്കെല്ലാം ടീച്ചർ അമ്മയാണ്, അതുപോലെ തന്നെ ടീച്ചർ കൂടിയാണ്. കാരണം നമ്മൾ ഏറെ സന്തോഷവും ഏറെ വ്യാകുലതയോടും കൂടിയിട്ടാണ് അംഗൻവാടികളിലേക്ക് കുട്ടികളെ അയക്കാറുള്ളത് 3 വയസ്സാകുമ്പോൾ. അപ്പം അവിടെ പോയി എൻ്റെ കുട്ടി കുരുത്തക്കേട് കളിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിലും ടീച്ചറെ ഏൽപ്പിച്ചിട്ടാണ് പല അമ്മമാരും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജോലികളിലേക്കായാലും വീടുകളിലേക്കായാലും പോവുക. രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെ എൻ്റെ കുഞ്ഞിക്ക് ഒന്നും സംഭവിക്കില്ല, സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കും എന്നുള്ള മനസ്സിലെ സന്തോഷം എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. കാരണം ആ ടീച്ചർ സ്വന്തം മക്കളെ എങ്ങനെയാണോ ശ്രദ്ധിക്കുക, അതിനേക്കാൾ ഉപരി ചിലപ്പോൾ സ്വന്തം മക്കളെ നല്ല ദേഷ്യം വന്നാൽ നമ്മളെല്ലാവരും അടിക്കാറുണ്ട്. എല്ലാ അമ്മമാരും സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് ആരെടുത്താ കാണിക്കുക? മക്കളെടുത്താണ് കാണിക്കുക. വാർഡ് മെമ്പർ എ തമ്പാൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്നേഹോപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് ലക്ഷ്മി ടീച്ചർക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ സംബന്ധിച്ച ഒട്ടുമിക്ക പേരും ടീച്ചറുടെ വിദ്യാർത്ഥികളായിരുന്നു എന്നത് ചടങ്ങിന് മികവേകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, അജാനൂർ പഞ്ചായത്ത് മെമ്പർ ദീപ പ്രവീൺ, ICDS സൂപ്പർവൈസർ KR രേഷ്മ, CDS ചെയർപേഴ്സൺ അശ്വിനി രവി, A കൃഷ്ണൻ, PA ശകുന്തള, O മോഹനൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, അനീഷ് രാവണേശ്വരം, MG പുഷ്പ, P മിനി, ദാമോദരൻ തണ്ണോട്ട്, K ശശി എന്നിവർ സംസാരിച്ചു. ലക്ഷ്മി ടീച്ചർ യാത്രയയപ്പ് ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. M ബാലകൃഷ്ണൻ സ്വാഗതവും M സുകേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.